ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, സ്തോത്രം ആലപിക്കേണ്ടത് എന്ന തിരുവചന ഭാഗമാണ് നമ്മളിന്ന് ശ്രവിക്കുവാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 49-ഉം 50-ഉം തിരുവചനമാണ് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഇത് ശക്തമായ ഒരു പ്രവചനമാണ്. ഈശോയുടെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യാമറിയം ദൈവം തനിക്ക് തന്ന അനുഗ്രഹത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട്. ഈശോയുടെ അമ്മ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിലേക്കും ഏറ്റവും ശക്തനായവനാണ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അത് വലുതാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് വേണം. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് നമ്മളെ വ്യക്തമാക്കി പഠിപ്പിക്കുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അവൻ ചെയ്തു തരുന്ന വലിയ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. വീണ്ടും പറയുകയാണ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ അവിടുന്ന്, ആ സർവശക്തനായ ദൈവം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. ഇന്ന് കരുണ വർഷിക്കുമെന്നല്ല പറഞ്ഞ്, തൻ്റെ ഭക്തർ ഈ ഭൂമിയിൽ എത്ര തലമുറകളോളമുണ്ടോ അത്രയും കാലം അവരുടെ മേൽ കരുണ വർഷിക്കും എന്ന പ്രവചനമാണ്. ആകയാൽ ദൈവത്തിൻ്റെ മക്കളായ നിങ്ങളെ ഓരോരുത്തരും, നിങ്ങളുടെ തലമുറകളെ ദൈവം ധാരാളമായ കരുണ വർഷിച്ച് അനുഗ്രഹിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് സർവശക്തനായവനാണ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അവൻ വലിയവനായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം എഴുന്നേറ്റിരിക്കുന്നത്. അവൻ വലിയവനായതുകൊണ്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവവചനം ശ്രവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഓരോ കർത്തവ്യങ്ങളിലും മുഴുകുന്നത്. അതിനെപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തിന് സ്തോത്രം ആലപിക്കാം. നിൻ്റെ മനസ്സിലെപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുക. ഈ തിരുവചനം നിങ്ങൾക്ക് തലമുറകളോളം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.